യെസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്ന് ഒരു പുതിയ ലെസൺ ആണ് നമ്മൾ തുടങ്ങുന്നത്. സബ്സെ ബഡാ ഷോ മേൻ. നമുക്കറിയാം ഇതൊരു ജീവനിയാണ്. ജീവനി എന്ന് പറഞ്ഞാല് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് എഴുതുന്നതാണ് ജീവനി, ബയോഗ്രഫി. ഈ ഞാൻ എന്നെ കുറിച്ച് എഴുതുന്നത് ആത്മകഥയാണ്, സ്വയം എഴുതുന്നത്, അല്ലെ? ഓട്ടോ ബയോഗ്രഫി, ആത്മകഥ. ഇവിടെ ജീവനി, ജീവചരിത്രം. ഇത് ഗീത് ചതുർവേദി എന്ന് പറഞ്ഞ ആള് ചാർലി ചാപ്ലിനെ കുറിച്ച് എഴുതിയതാണ്. ചാർലി ചാപ്ലിനെ കുറിച്ച് എഴുതിയ ഒരു ജീവനിയാണ്, അല്ലെങ്കിൽ ജീവചരിത്രമാണ് എന്ത്? സബ്സെ ബഡാ ഷോ മേൻ. അപ്പൊ ഇതിലെ പ്രോക്തി അല്ലെങ്കിൽ വിധ ജീവനിയാണ്. പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവല്ലോ, കിസ് വിധാ കി രചന ഹെ? सबसे बड़ा शोमैन किस विधा की रचना है? ഏത് ടൈപ്പിലുള്ള രചനയാണ്? അപ്പൊ എന്താ പറയാ? ജീവനി, അല്ലെ? അതേപോലെ കിസ്കി രചന ഹെ? സബ്സെ ബഡാ ഷോമേൻ കിസ്കി രചന ഹെ? ആരുടെ രചനയാണ്? ഗീത് ചതുർവേദി എന്ന് പറഞ്ഞ ആള്, റൈറ്റർ, എഴുതിയ ആള് ഗീത് ചതുർവേദി. ഓക്കെ, അപ്പൊ നമ്മ അതിലേക്ക് കടക്കാം. അതിന്റെ മുമ്പ് അതിന്റെ തൊട്ട് മേലെ, പുസ്തകത്തിന്റെ മേലെ ഒന്ന് എഴുതി നോക്കണേ. മുझे बारिश में चलना पसंद है. എനിക്ക് മഴത്ത് നടക്കാൻ ഇഷ്ടമുണ്ട്. മേരാ ആൻസു, എന്റെ കണ്ണുനീർ, ജോ നഹീം ദേഖ് പാത്താ ഹൈ കോയി, ആരും തന്നെ അത് കാണുന്നില്ല. എനിക്ക് മഴത്ത് നടക്കാൻ ഇഷ്ടമാണ്, എന്റെ കണ്ണുനീര് ആരും കാണുകയില്ല. അതായത് ശരിക്കും പറയാൻ നമുക്ക് ഇത് മനസ്സിലാക്കാം, ഇയാൾക്ക് നല്ല ദുഃഖമുണ്ട്, വിഷമുണ്ട്, അല്ലെ? അപ്പൊ ഏത് സമയത്തും കരച്ചിലുണ്ടാവും. അത് മറച്ചു വെക്കാനാണ് മഴത്ത് നടക്കുന്നത്, അല്ലെ? എങ്ങനെ വേണേ നമുക്ക് വ്യാഖ്യാനിക്കാം. മഴത്ത് നടക്കുമ്പോ കണ്ണുനീര് സ്വാഭാവികമായിട്ടും കാണൂലല്ലോ, മഴ പെയ്ത് ചരിത്രത്തിൽ. അപ്പൊ അതും കൂടി നമുക്കതിൽ മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഏതായാലും സബ്സെ ബഡാ ഷോമേൻ എന്നുള്ള ആ പാഠത്തിലേക്ക് കടക്കാം, ആ ജീവനിയിലേക്ക് കടക്കാം. ചാർലി ചാപ്ലിനെ കുറിച്ചിട്ടുള്ളതാണ്. വളരെ നല്ല ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണിത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇതിന് കൂടുതൽ ചോദ്യങ്ങൾ വരാം. ചാർലിന്റെ ഡയറി വരാം, ചാർലിന്റെ അമ്മയുടെ ഡയറി വരാം, അല്ലെങ്കിൽ ചാർലി തന്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് കൂട്ടുകാരന്റെ കത്ത് എഴുതി വരാം. അതേപോലെ തന്നെ റപ്പട്ട്, സമാചാർ, റിപ്പോർട്ട് വരാം, പിന്നെ സംഭാഷണം വരാം, വാർത്താലാപ്. ഇതൊക്കെ ഈ പാഠത്തിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നോക്ക്, ഞാൻ പാഠത്തിലേക്ക് കടക്കുന്നു. പുസ്തകത്തിലൊക്കെ ശരിക്ക് ശ്രദ്ധിക്കുക. ഗീത് ചതുർവേദി എഴുതിയ ആളെ പേര് ഞാൻ പറഞ്ഞു. ഗാത്തേ ഗാത്തേ, പാടിക്കൊണ്ടിരിക്കെ, അല്ലെങ്കിൽ പാടി പാടി, അല്ലെങ്കിൽ ഗാത്തേ സമയം, പാടുന്ന സമയത്ത്. അച്ചാനക്ക്, അച്ചാനക്ക് എന്ന് പറഞ്ഞാൽ സഡൻലി, അല്ലെ? പെട്ടെന്ന്. മാം കി ആവാസ്, അമ്മയുടെ ശബ്ദം. ആവാസ് മീൻസ് സൗണ്ട്, ശബ്ദം. ഫട്കർ, പൊട്ടിയിട്ട്, അല്ലെ? ബ്രേക്ക്, പട്ന ടു ബ്രേക്ക്, പൊട്ടുക. ഫുസുഫുസാഹട്ട് മേൻ, ഫുസുഫുസാട്ടാണ് മർമറി, അല്ലെങ്കിൽ വിസ്പർ, പിറുവിറുക്ക. തബ്ദീൽ ഹോഗെ, തബ്ദീൽ ഹോന ടു ചേഞ്ച്, മാറുക. തബ്ദീൽ ഹോന മാറുക.
അപ്പൊ എന്താ പറഞ്ഞേ? ഗാത്തെ ഗാത്തെ അച്ചാനക് മാം കി ആവാസ് ഫട്കർ ഫുസുഫുസാട്ട് മേം തബ്ദീൽ ഹോ ഗയി. പാടിക്കൊണ്ടിരിക്കെ അല്ലെങ്കിൽ പാടി അതുമല്ലെങ്കിൽ പാടുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയുടെ ശബ്ദം പൊട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ശബ്ദം ഇടറിയിട്ട് പറയുന്ന സമയത്ത് ശബ്ദം ഒരു ഇടർച്ച ഉണ്ടാവുമല്ലോ, അവിടെ ശബ്ദം ഇടറിയിട്ട്, അതാണ് ആവാസ് പട്ടക്കിന ശബ്ദം ഇടറിയിട്ട് പിറുപിറുക്കുന്നതായിട്ട് മാറിപ്പോയി. ഫുസുഫുസാഹട്ട് മേം തബ്ദീൽ ഹോ ഗയി. പിറുപിറുക്കുന്നതായിട്ട് മാറിപ്പോയി. കിസ്കി ആവാസ്, ആരുടെ ശബ്ദം? ചാർലി കി മാം കി ആവാസ്. ചാർലി കി മാം കി ആവാസ്, ചാർലിയുടെ അമ്മയുടെ ശബ്ദം. അമ്മ നല്ലൊരു ഗായികയായിരുന്നു, എല്ലാം പാട്ട് പാടിയിരുന്നു അല്ലേ? നിങ്ങളെ ഇതില് കുറച്ച് കുട്ടികൾക്കൊക്കെ പാടാൻ അറിയല്ലോ, അതുപോലെ നല്ല ഇപ്പൊ എല്ലാവരും ഈ ലോക്ക്ഡൌണിലൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഫേസ്ബുക്കിലൂടെ അല്ലേ ഒക്കെ ഓരോരുത്തരും തന്നെ അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടിയിട്ടായിട്ടും ഡാൻസ് ചെയ്തിട്ടായിട്ടും അതുപോലെ തന്നെ മറ്റു അഭിനയങ്ങളൊക്കെ നടത്തിയിട്ട് അവരവരുടെ കഴിവുകൾ അല്ലെ യൂട്യൂബിലൂടെ ഒക്കെ ആയിട്ട് അവരുടെ കഴിവുകൾ അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതെ ഇവിടെ അമ്മ, ഇവരുടെ അമ്മ, അതായത് ചാർലിന്റെ അമ്മ നല്ലൊരു പാട്ടുകാരിയായിരുന്നു. അങ്ങനെ അവള് പാടുന്ന സമയത്ത് ഗാത്തെ ഗാത്തെ അച്ചാനക്ക് മാം കി ആവാസ്, പെട്ടെന്ന് അമ്മയുടെ ശബ്ദം ഫട്കർ ഇടറിയിട്ട്, പൊട്ടിയിട്ട് പറഞ്ഞ അവിടെ ഉദ്ദേശിച്ച് ഇടറിയിട്ട്, അമ്മയുടെ ശബ്ദം ഇടറിയിട്ട് ഫുസുഫുസാഹട്ട് മേം തബ്ദീൽ ഹോ ഗയി, പിറുപിറുക്കുന്നതായിട്ട് മാറിപ്പോയി. തബ്ദീൽ ഞാൻ പറഞ്ഞു മാറുക, മാറിപ്പോയി. ബദൽന എന്നും പറയാം, മാറുക. അപ്പൊ ശബ്ദം ഇടറിയിട്ട് പിറുപിറുക്കുന്നതായിട്ട് മാറിപ്പോയി. ലോകം കോ ലഖ, ജനങ്ങൾക്ക് തോന്നി. ലഗ്ന എന്ന് പറഞ്ഞാൽ തോന്നുക എന്നുള്ള അർത്ഥം, തുടങ്ങുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ടു സീം തോന്നുക, അല്ലെങ്കിൽ ടു സ്റ്റാർട്ട് തുടങ്ങ, ടു ബിഗിനിങ് തുടങ്ങ എന്നർത്ഥമുണ്ട് ഇതിന്റെ ലഗ്ന. പക്ഷെ ഇവിടെ എന്താണ്? തോന്നുക, തോന്നി, സീംഡ്. ലോകം കോ ലഗ, ജനങ്ങൾക്ക് തോന്നി. കി എന്തെന്നാൽ, കി എന്നുള്ളത് എന്താ? അടുത്ത വർഷത്തേക്ക് വേണ്ടിട്ട് കി എന്തെന്നാൽ അല്ലെ. ഇതൊരു യോജക ശബ്ദമാണ്, കൺജക്ഷൻ എന്നറിയില്ല നമ്മൾ, കൺജങ്ഷൻ അല്ലെ. ജംഗ്ഷന് കൂട്ടിച്ചേർക്കുക, ആ ജംഗ്ഷനെ തമ്മിൽ ബന്ധിപ്പിക്കുക, അതാണ് കൺജക്ഷൻ. അപ്പൊ എന്താ പറയാ, അതാണ് കി. അതിന് ഹിന്ദി പറയാ യോജക് എന്ന് പറയാം, യോജക ശബ്ദം കി എന്തെന്നാൽ. അപ്പൊ ലോകം കോ ലഖ, ജനങ്ങൾക്ക് തോന്നി. കി എന്തെന്നാൽ മൈക്ക് മേം കുച്ച് ഖറാബി ആകിയേ, മൈക്കക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഖറാബി എന്ന് പറഞ്ഞാൽ തകരാറ്. മൈക്കൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഖറാബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖറാബ് എന്താ പറയാ, വിഷമിച്ചു എന്നുള്ളത് ഖറാബ് ഒക്കെ. അതേപോലെ ഖറാബ് എന്ന ചീത്ത, മോശം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അർത്ഥം മൈക്കക്ക് മൈക്ക മോശമായി, അല്ലെങ്കിൽ മൈക്കക്ക് തകരാറ് സംഭവിച്ചു അല്ലെ, എന്തോ ട്രബിള് സംഭവിച്ചു. അതാണ് ഖറാബ്, ട്രബിള്, എന്തോ പ്രശ്നം ആകെ ഉണ്ടായി. അതാണ് മൈക്ക് മേ കുച്ച് ഖറാബി. ആദ്യം ജനങ്ങൾ ചിന്തിച്ചു, ലോകം കോ ലഗ, ജനങ്ങൾക്ക് തോന്നി. എന്താ തോന്നിയത്? മൈക്ക് മേ കുച്ച് ഖറാബി ആകെ, മൈക്കക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. പർ എന്നാൽ ഫുസുഫുസാട്ട് ജാരീത്തി, പിറുപിറുക്കൽ തുടർന്നു. ഫുസുഫുസാഹട്ട് ജാരീത്തി, പിറുപിറുക്കൽ എന്ത് ചെയ്തു? തുറന്നു. ജാരി കണ്ടിന്യൂ, തുറന്നു. ആദ്യം ജനങ്ങൾ വിചാരിച്ചത് മൈക്കൊക്കെ എന്തോ തകരാറ്, പക്ഷെ ഇത് ഇവര് ഇന്നിങ്ങനെ പിറുപിറുക്കന്നെയാണ്. ലോകിച്ചില്ലാനലകെ, ജനങ്ങളെ ശബ്ദിക്കാൻ തുടങ്ങി. ലോകിച്ചില്ലാനലകെ അല്ലെ, ജനങ്ങൾ ശബ്ദിക്കാൻ തുടങ്ങി, ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഖഹീംസെ, എവിടെ നിന്നോ, ഖഹീംസെ എവിടെ നിന്നോ, കുച്ച് ലോക്, കുറച്ച് ആളുകള്. മ്യാവ് മ്യാവ് കീ ആവാസ്, മ്യാവ് മ്യാവ് എന്നുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ പൂച്ച കരയുന്നത് പോലെ.
നിക്കാലിനെ ലഗെ പുറപ്പെടുവിക്കാൻ തുടങ്ങി, ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അമ്മ ഇങ്ങനെ അമ്മ പാടുമ്പോ പിറുപിറുക്കുന്നതായിട്ട് വന്നു. ആ സമയത്ത് ലോക ചില്ലാനെ ലഗെ, ജനങ്ങളെ ശബ്ദിക്കാം. ചില്ലാന ഷൗട്ട് അല്ലേ, ഭയങ്കര ശബ്ദം തുടങ്ങി. ലഗ്ന ഇവിടെ അർത്ഥം കണ്ടോ, ലഗ്ന ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങാന്നുള്ള അർത്ഥം പറഞ്ഞു, ബിഗിനിങ് അല്ലെങ്കിൽ സ്റ്റാർട്ട് അല്ലേ. ഇവിടെ അർത്ഥം തുടങ്ങുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നേരത്തെ അവിടെ പറഞ്ഞു തോന്നുക എന്നുള്ളത്, ലഗ്ന രണ്ടർത്ഥം പറഞ്ഞു. അപ്പൊ ഇവിടെ തുടങ്ങിന ലോക ചില്ലാനെ ലഗെ, ജനങ്ങൾ ശബ്ദിക്കാൻ തുടങ്ങി. കഹീംസെ, എവിടെ നിന്നോ. കുച്ച് ലോക്, കുറച്ചാളുകള്. മ്യാവ് മ്യാവ് കി ആവാസ്, മ്യാവ് മ്യാവ് എന്നുള്ള ശബ്ദം നിക്കാലിനെ ലഗെ പുറപ്പെടുവിക്കാൻ തുടങ്ങി, ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഇസ് അഭദ്രശോർനെ, ഇസ് അഭദ്രശോർനെ, ഈ അശുഭകരമായ, അഭദ്ര എന്ന് പറഞ്ഞ കൾച്ചർലെസ്, സംസ്കാരമില്ലാത്ത, എന്താ പറയാ, സംസ്കാര ശൂന്യമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ കൾച്ചർ ഇല്ലാത്ത, കൾച്ചർലെസ്, അഭദ്ര, അശുഭകരമായ, മനസ്സിലായ, അശുഭകരമായ, ശുഭകരമല്ലാത്തത്. അപ്പൊ ഇസ് അഭദ്ര ഷോർനെ, ഷോർ എന്ന് പറഞ്ഞാല് ബഹളം തന്നെ, ഷോർ ബഹളം. ഇസ് അഭദ്ര ഷോർനെ, ഈ അശുഭകരമായ ബഹളം മാംകോ സ്റ്റേജ് സെ ഹട്നെ കോ മസ്ബൂർ കർ ദിയ, അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറാൻ മസ്ബൂർ കർ ദിയ, നിർബന്ധിതയാക്കി. അമ്മക്ക് നിർബന്ധിതമായിട്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അമ്മക്ക് സ്റ്റേജിൽ നിന്ന് മാറേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടാ മാറിയത്? ഇവരിങ്ങനെ കൂവല്, ഇവര് മ്യാവ് മ്യാവ് എന്നുള്ള ശബ്ദം ഉണ്ടാക്കലേ, ഭയങ്കര ശബ്ദം ഉണ്ടാക്കലേ. ഈ ഒരു ശബ്ദം കൊണ്ട് തന്നെ ആണോ ഇസ് അഭദ്ര ഷോർനെ, ഈ അശുഭകരമായ ബഹളം അല്ലെങ്കിൽ ശബ്ദം, മാംകോ സ്റ്റേജ് സേ ഹട്നെ കോ, അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറാൻ, ഹട്ന ടു മൂവ് അല്ലേ, മാറുക, അമ്മയെ മാറാൻ എന്ത് ചെയ്യാം, മസ്ബൂർ കരുതിയാം, നിർബന്ധിതയ്ക്ക്, അമ്മക്ക് അങ്ങനെ കമ്പൽസറി ആയിട്ട് വന്നു, നിർബന്ധിതയാവേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ അങ്ങനെ മാറേണ്ടതായിട്ട് വന്നു. കിസ്കോ, മാംകോ അല്ലേ, അമ്മക്ക്. കാരണം അമ്മയുടെ ശബ്ദം ഇടറിയപ്പോ ആളുകൾ കൂവാൻ തുടങ്ങി, ശബ്ദിക്കാൻ തുടങ്ങി. അപ്പൊ അമ്മക്ക് സ്റ്റേജിൽ നിന്ന് അമ്മക്ക് നാണുണ്ടായി, ശർമ്മായി, ലജ്ജ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അമ്മക്ക് എന്ത് ചെയ്തു, സ്റ്റേജിൽ നിന്ന് മാറേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഒന്നുകൂടി നോക്കിയോ. ഗാത്തെ ഗാത്തെ അച്ചാനക് മാം കി ആവാസ്, പാടുന്ന സമയത്ത് അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കെ അമ്മയുടെ, പെട്ടെന്ന് അമ്മയുടെ ശബ്ദമിടറിയിട്ട്, ആവാസ് പട്ടുകാർ, ശബ്ദമിടറിയിട്ട് ഫുസുഫുസാഹട്ട് മേ തബ്ദീലുകയും, പിറുപിറുക്കുന്നതായിട്ട് മാറിപ്പോയി. ലോകം കോലക, ജനങ്ങൾക്ക് തോന്നി, എന്ത്, മൈക്ക് മേ കുച്ച് ഖറാബി ആകയെ, മൈക്കക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് തോന്നി മൈക്കക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഫുസുഫുസാഹട്ട് ജാരിത്തി, പിറുപിറുക്കല് തുറന്നുകൊണ്ടേയിരുന്നു. ലോകിച്ചില്ലാനലകെ, ജനങ്ങള് ശബ്ദിക്കാൻ തുടങ്ങി. കഹീംസേ കുച്ച് ലോകെ, എവിടെ നിന്നോ കുറച്ചാളുകള്, മ്യാവ് മ്യാവ് കിന്തന, സദസ്സിൽ നിന്ന് എവിടെ നിന്നോ, മനസ്സിലായ, ഒരു സദസ്സിൽ ഇങ്ങനെ പാടില്ല, ഒരു ഓഡിറ്റോറിയത്തില് അല്ലെങ്കിൽ എന്താ ഒരു തിയേറ്ററില്, അങ്ങനെ ആ പാടുന്ന സമയത്ത് സദസ്സിൽ നിന്ന് എവിടുന്നോ, കുച്ച് ലോക് മ്യാവ് മ്യാവ് കി ആവാസ്, കുറച്ചാളുകൾ മ്യാവ് മ്യാവ് എന്നുള്ള ശബ്ദം നിഖാലിനെ ലഗെ, പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇസ് അഭദ്ര ഷോർനെ, ഈ അശുഭകരമായ ബഹളം, മാം കോ സ്റ്റേജ് സെ ഹട്നെ കോ മസ്ബൂർ കദിയ, അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറാൻ നിർബന്ധിതയാക്കി. എന്ന് പറഞ്ഞാൽ അമ്മക്ക് സ്റ്റേജിൽ നിന്ന് മാറേണ്ടതായി വന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫ്. ചാർലി കോ വോ അക്സർ
അക്സർ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും, ഓഫൺ അല്ലെ, പലപ്പോഴും. ചാർലി കോവോ അക്സർ, ചാർലിയെ അവര് മിക്കപ്പോഴും അപ്പിനെ സാത്ത് തിയേറ്ററിലെ ജാതി, തന്റെ കൂടെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അമ്മ പോകുന്ന സമയത്ത് മകനെയും കൊണ്ടുപോകുമായിരുന്നു. ഇതേപോലെ പാടാനും അച്ഛനൊക്കെ കൊണ്ടുപോകുമ്പോ മകനെയും കൊണ്ടുപോകാറുണ്ടായിരുന്നു. അതാ പറഞ്ഞ ചാർലി കോ, ചാർലിയെ. അക്സർ മിക്കപ്പോഴും, അപ്പിനെ സാത്ത് തിയേറ്ററിലെ ജാത്തെ, തന്റെ കൂടെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഉസ് ദിൻ ബി, ഉസ് ദിൻ ബി അന്നും അല്ലെങ്കിൽ ആ ദിവസവും. പർദേ പീച്ചെ, പർദ എന്ന് പറഞ്ഞാൽ കർട്ടൻ, മറ. പർദേ പീച്ചെ, മറയുടെ പിന്നില്, ഗഡാ നിന്നിട്ട്, വഹ് ആവാസ് കെ തമാഷ് കോ ദേഖ് രഹ, അവനാ ഈ ശബ്ദത്തിന്റെ തമാശയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലാ? തമാശ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഇവിടെ തമാശ തന്നെ പറഞ്ഞു. ആ ഒരു ഫണ്ണ്, എന്താ ഈ ശബ്ദത്തിന്റെ, അമ്മയുടെ ശബ്ദത്തിന്റെ ആ തമാശയെ, അല്ലെങ്കിൽ ശബ്ദമിടറിയില്ല, ഈ ശബ്ദം മാറിയില്ല, ഈ ശബ്ദത്തിന്റെ ഈ കളി, ഇതൊക്കെ എന്ത് ചെയ്യാം, ദേഖ് രഹ, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ എവിടെ നിന്ന് കണ്ടേ? ഈ കർട്ടന്റെ പിന്നിൽ ഇങ്ങനെ നിന്നിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ശബ്ദം ഇടറിയതും ഈ ശബ്ദം കൊണ്ടുള്ള ഈ തമാശ കണ്ടുകൊണ്ടിരിക്കുന്നു. മാം ഓർ മാനേജർ മേം, എന്നിട്ട് അമ്മയും മാനേജറും ബഹസ് ഓത്തെ ദേക്കർ, ബഹസ് എന്ന് പറഞ്ഞാൽ തർക്കം, ആർഗ്യുമെന്റ്, വാദം. ഇങ്ങനെയുള്ള ഇവരുടെ ഈ തർക്കം കണ്ടിട്ട് വഹ് വഹാം ഗിയ, അവൻ അവിടേക്ക് പോയി. ഏത് തർക്കം കണ്ടിട്ട്? ആരും തമ്മില്? ഇതിന്റെ മാനേജറും ചാർലിന്റെ അമ്മയും തമ്മിൽ തർക്കായി. മാനേജറിനെ ചാർലി കോ മാം കെ കുച്ച് ദോസ്തോं के सामने, മാനേജർ ചാർലിയെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കർത്തതെ കഥ, അഭിനയിക്കുന്നു കണ്ടിരുന്നു. ഈ മാനേജർ ചാർലിയെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കുന്നത് കണ്ടിരുന്നു. ആര്? ചാർലി. ചാർലിന്റെ അമ്മയുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് അഭിനയിക്കുന്ന ആര് കണ്ടിരുന്നു? ഈ മാനേജർ കണ്ടിരുന്നു. അപ്പൊ അവരമ്മിൽ തർക്കിക്കുകയാണ്. എന്തിന്? ഇവനെ സ്റ്റേജിലേക്ക് കയറ്റാൻ വേണ്ടി, ചാർലിയെ സ്റ്റേജിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ചാർലിന്റെ അമ്മയും മാനേജറും തർക്കുക. അമ്മക്ക് പേടി, അമ്മ കയറ്റില്ല എന്നുള്ളത്. മാനേജറാണ് കയറണം, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഫീസൊക്കെ വാങ്ങിയിട്ടുള്ള ഓഡിയൻസ് ധാരാളം ഉണ്ട്. അമ്മന്റെ ശബ്ദം ഇടറി. അപ്പൊ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഇവൻ അഭിനയിപ്പിക്കണം, ഇവനെ കൊണ്ട് പാടിപ്പിക്കുക അല്ലെങ്കിൽ അഭിനയിപ്പിക്കുക, എന്തിനൊക്കെ ചെയ്യണം. പക്ഷെ അഭിനയിക്കുന്നത് ആര് കണ്ടിരുന്നു? ഇവൻ കുറച്ചൊക്കെ അഭിനയം അറിയുന്നുള്ള ആര് കണ്ടിരുന്നു? മാനേജറെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ തർക്കിച്ചത്. അതാണ് അവിടെ പറഞ്ഞത്, മാം और മാനേജർ മേം, അമ്മയും മാനേജറും തമ്മിൽ ബഹസ് ഹോത്തെ ദേക്ക്, ബഹസ് എന്ന തർക്കം, ബഹസ് ഹോത്തെ ദേക്ക്, തർക്കിക്കുന്നത് കണ്ടിട്ട് വഹ് വഹാങ്ക, അവൻ അവിടേക്ക് പോയി. ആദ്യം കർട്ടന്റെ പിന്നിൽ നിന്ന് കണ്ടിരുന്നു. ഇപ്പൊ ഇവരെ മുന്നിൽ തർക്കം കണ്ടിട്ട് അവരെ അടുത്തേക്ക് സ്റ്റേജിൽ അങ്ങോട്ട് പോയി, അവിടെ അടുത്തേക്ക് പോയി. മാനേജറിനെ ചാർലി കോ മാം കെ കുച്ച് ദോസ്തോं के सामने, അങ്ങനെ മാനേജർ ഈ ചാർലിയെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കർത്തേ ദേഖാത്ത, അഭിനയിക്കുന്നത് കണ്ടിരുന്നു. और वह उसे स्टेज पर भेजने की जिद करने लगे. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവനെ അല്ലെങ്കിൽ ഈ മാനേജർ എന്ത് ചെയ്തു? അവനെ സ്റ്റേജിലേക്ക് അയക്കാൻ, ബേജിന എന്ന് പറഞ്ഞ സെന്റ്, അയക്കാൻ വേണ്ടി ജിദ് കർണേലക, വാശി പിടിക്കാൻ തുടങ്ങി. ഒബ്സ്റ്റിനസി, വാശി. അങ്ങനെ ജിദ് എന്ന് പറഞ്ഞ വാശി പിടിക്കാൻ തുടങ്ങി. ആരയക്കാന്? ഈ കുട്ടിയെ, ഈ ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് മാനേജർ വാശി പിടിക്കാൻ തുടങ്ങി. മാം ഡർ ഗയി, അമ്മ ഭയപ്പെട്ടു, അമ്മ പേടിച്ചുപോയി. കാരണം എന്താ? അമ്മയുടെ ശബ്ദം തന്നെ ഇടറി. അമ്മ അതുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ കൂവാണ്, ശബ്ദം ഉണ്ടാക്കുകയാണ്. ഇത്രയും ജനങ്ങളെ മുന്നിൽ എങ്ങനെ എന്റെ കുട്ടി പോവുക? എങ്ങനെ കുട്ടി അഭിനയിക്കും? അതും 5 വയസ്സുള്ള കുട്ടി, 5 വയസ്സായിട്ടുണ്ടാവും.
ഈ കുട്ടിയെ എങ്ങനെ അവിടെ കൊണ്ടുപോയി ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നൊരു ഭയമായിരുന്നു അമ്മക്ക്. മാം ഡർ ഗയി, അമ്മ ഭയപ്പെട്ടു പോയി, അമ്മ പേടിച്ചു പോയി. ഡർന ഫിയർ അല്ലെ, ഭയം. മാം ഡർ ഗയി, അമ്മ ഭയപ്പെട്ടു. 5 സാൽ കാ ബച്ച, 5 വയസ്സുള്ള കുട്ടി. 5 സാൽ കാ ബച്ച, 5 വയസ്സുള്ള കുട്ടി. ഇസ് ഉഗ്ര ബീഡ്കോ, ഈ ഉഗ്രമായ ജനക്കൂട്ടത്തെ, ബീഡ് എന്ന് പറഞ്ഞ ജനക്കൂട്ടം, ക്രൗഡ്, ഈ ഉഗ്രമായ ഈ ജനക്കൂട്ടത്തെ ജയിൽ പായെങ്ക എങ്ങനെ സഹിക്കുക, ജയിലിനാണ് സഹിക്കുക. ഇത്രയും വലിയ ജനക്കൂട്ടത്തെ എങ്ങനെ എന്റെ 5 വയസ്സുള്ള ഈ മകൻ സഹിക്കും അല്ലേ? പേടിയായിരുന്നു അമ്മക്ക്. ഇത്രയും വലിയ ജനക്കൂട്ടത്തെ എങ്ങനെ അഭിമുഖീകരിക്കാം. സഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്റെ മകൻ അഭിമുഖീകരിക്കും, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ എങ്ങനെ എന്റെ മകൻ അഭിനയിക്കും. യെസ്, ഒന്നുകൂടി ആ പേരപ്പ് നോക്കണം. ചാർലി കോവ് അക്സർ, ചാർലിയെ അവര് മിക്കപ്പോഴും അമ്മ മിക്കപ്പോഴും അപ്പിനെ സാത്ത് തിയേറ്ററിലേ ജാത്തി തീ, തന്റെ കൂടെ, അപ്പിനെ സാത്ത് തന്റെ കൂടെ, തിയേറ്ററിലേ ജാത്തി തീ, തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഉസ് ദിൻ ഭി, ആ ദിവസവും അല്ലെങ്കിൽ അന്നും, പർദേ കെ പീछे, കർട്ടന്റെ പിന്നില്, ഗഡാ നിന്നിട്ട്, കർട്ടന്റെ പിന്നിൽ നിന്നിട്ട്, വഹ് ആവാസ് കെ തമാശ ദേഖ് രഹാ താ, അവൻ ആ ശബ്ദത്തിന്റെ തമാശയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ നിന്നുകൊണ്ട്? കർട്ടന്റെ പിന്നിൽ നിന്നിട്ട് അമ്മയുടെ ഈ ശബ്ദം ഇടറിയ ഈ തമാശയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാം ഓർ മാനേജർ മേം, അമ്മയും മാനേജറും തമ്മിൽ ബഹസ് ഹോത്തേ ദേഖ്, തർക്കിക്കുന്നത് കണ്ടിട്ട്, വഹു വഹാൻ ഗയാ, അവൻ അവിടേക്ക് പോയി. എന്ത്? അമ്മയും മാനേജറും തമ്മിൽ തർക്കിക്കുന്നത് കണ്ടിട്ട് അവൻ അവിടേക്ക് പോയി. മാനേജറിനെ ചാർലിക്കോ, മാനേജർ ചാർലിയെ, മാം കെ കുച്ച് ദോസ്തോം കെ സാമിനെ, അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കർത്തേ ദേഖാത്ത, അഭിനയിക്കുന്നത് കണ്ടിരുന്നു. എന്താ പറഞ്ഞത്? മാനേജർ ചാർലിയെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കുന്നത് കണ്ടിരുന്നു. और वह उसे स्टेज पर भेजने की जिद करने लगे. അങ്ങനെ അവൻ അല്ല അയാള് അല്ലെങ്കിൽ ഈ മാനേജർ അവനെ അവനെ സ്റ്റേജ് പർ ഭേജ്നെ की जिद करने, സ്റ്റേജിലേക്ക് അയക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ശാഠ്യം പിടിക്കാൻ. ജിദ് എന്ന് പറഞ്ഞാൽ വാശി, ശാഠ്യം അല്ലെ, ഒബ്സ്റ്റിനസി. അങ്ങനെ ശാഠ്യം പിടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വാശി പിടിക്കാൻ തുടങ്ങി. മാം ഡർ ഗയി, ഇയാള് വിടുന്നില്ല, മാനേജർ വിടുന്നില്ല, അമ്മയോട് പറയുന്നതാണ് അവനെ കൊണ്ട് തന്നെ പോണം, അവനെ സ്റ്റേജിൽ തന്നെ കയറ്റണം എന്ന് പറഞ്ഞു ഇങ്ങനെ വാശിരിക്കാം. മാം ഡർ ഗയി, അമ്മ ഭയപ്പെട്ടു. 5 സാൽ കാ ബച്ച, 5 വയസ്സുള്ള കുട്ടി. ഉസ് ഉഗ്ര ഭീഡ് കോ ജയിൽ പായിക, ഈ ഉഗ്രമായിട്ടുള്ള ഭീഡ് കോ, ആ ജനക്കൂട്ടത്തെ, ആ തിരക്കിനെ, അല്ലെങ്കിൽ ഇത്രയും ജനക്കൂട്ടത്തെ ജയിൽ പായെങ്കിൽ സഹിക്കുക, എങ്ങനെ സഹിക്കും ഈ 5 വയസ്സുള്ള കുട്ടി, അല്ലെങ്കിൽ എങ്ങനെ അഭിമുഖീകരിക്കാം ഈ 5 വയസ്സുള്ള കുട്ടി? ഇതാണ് അമ്മയുടെ ചിന്ത. അമ്മ ഭയപ്പെടാൻ കാരണം. ഓക്കെ, അടുത്ത പേര, നെക്സ്റ്റ് പേര. ബഹുത് മുബായിസ് കെ ബാദ്, മുബായിസ് എന്ന് പറഞ്ഞാലും തർക്കം തന്നെ അർത്ഥം കേട്ടോ. തർക്കം, മുബായിസ്, ആർഗ്യുമെന്റ്, വാദപ്രതിവാദം. മുബായിസ് ആരമ്മിലുള്ള ഈ മാനേജറും അമ്മയും തമ്മിൽ തർക്കം. നേരത്തെ നമ്മൾ പറഞ്ഞ ബഹസ്, സെയിം മീനിങ് ആണ് മുബായിസ്. അന്തദഹ എന്ന് പറഞ്ഞ അവസാനം, അറ്റ് ലാസ്റ്റ്. അന്തദഹ സംസ്കൃത വേർഡാണത്. അന്തദഹ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? സംസ്കൃതം പഠിച്ചവർക്കറിയാം. കങ്കുടി വാർത്താഹ ശുയന്താഹ പ്രവാചക ബലദേവന്ത സാഗ്രഹ അല്ലെ? റേഡിയോയിലൊക്കെ വാർത്ത വായിക്കണം, അങ്ങനല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞേ ബഹുത് മുബായിസ് കെ ബാദ്, ഒരുപാട് തർക്കിച്ചതിന് ശേഷം, വഹ് അന്തദഹ, അവൻ അവസാനം 2 കുത്തിട്ട ഹാ,
അന്തദഹാ അവസാനം ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയാ അയാള് ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ആര്? മാനേജർ. മാനേജർ കിസ്കോ സ്റ്റേജ് പർ ലേ ഗയാ, മാനേജർ ആരെയാണ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയത്? ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയാ, ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. और बचाव के कुछ शब्द, രക്ഷപ്പെടാനുള്ള കുറച്ച് വാക്കുകൾ. ബച്ചാവ് കെ കുച്ച് ശബ്ദ്, രക്ഷപ്പെടാനുള്ള കുറച്ച് വാക്കുകൾ. കഹ് പറഞ്ഞു കൊടുത്തിട്ട്, രക്ഷപ്പെടാനുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞു കൊടുത്ത് ഉസേ അകേല ചോടായ, അവനെ ഒറ്റക്കാട് വിട്ടുപോന്നു. അതായത് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും കുറച്ച് വാക്കുകൾ, 2 വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, ഇനിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്താളെന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു കൊടുത്തിട്ട് അവനെ വല്ല സ്റ്റേജിൽ വിട്ടിട്ട് മാനേജർ അവിടെ നിന്ന് പോന്നു. അതാ പറഞ്ഞത്. ബഹുത് മുബായിസ് കെ ബാദ്, ഒരുപാട് തർക്കിച്ചതിന് ശേഷം അവൻ അവസാനം ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയാ, ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. और बचाव के कुछ शब्द, രക്ഷപ്പെടാനുള്ള കുറച്ച് വാക്കുകൾ. കഹ് പറഞ്ഞിട്ട് ഉസേ അഖേല ചോടായ, അവനെ ഒറ്റക്ക് ചോടായ ഉപേക്ഷിച്ചു, അവിടെ വിട്ടു. എവിടെ വിട്ടു? സ്റ്റേജിൽ കൊണ്ടുപോയി വിട്ടു. ദുആം കെ ഉഡ്തേ ഹുയേ, ഇങ്ങനെ ദുആ എന്ന് പറഞ്ഞ സ്മോക്ക്, പുക ഉയരുന്നതോടൊപ്പം തന്നെ പുകയുടെ ഇടയില് ചല്ലോം കെ ബീച്ച്, ചല്ല എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിലുള്ള ഒരു വസ്തു എന്നാ, റൗണ്ട് ഷേപ്പ് അല്ലെ, റൗണ്ട് ഷേപ്പിലുള്ള വസ്തു, സാധനം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പുകച്ചുരുള് എന്ന് എഴുതിയാൽ മതി. ശരിക്ക് ചല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പുകച്ചുരുള്. പുക ഇങ്ങനെ നമ്മുടെ സ്റ്റേജിലൊക്കെ പല അലങ്കരിച്ചിട്ടും വല്ല പാട്ടും ഒക്കെ പാടുമ്പോ കാണാം, അതിലേക്ക് പല കളറുകളും പല ഇതിലായിട്ട് പുകയൊക്കെ മറ്റു ഉയരാം അല്ലെ, എന്ന പോലെയാണ്. അതാണ് ദുആക്കെ ഉർസേ, പുക ഉയരുന്നതോടൊപ്പം തന്നെ ചല്ലോം കെ ബീച്ച്, ഈ പുകച്ചുരുളിന്റെ ഇടയിൽ നിന്നിട്ട് ചാർലിനെ മഷൂർ ഗീത്, ചാർലി വളരെ ഫേമസ് ആയിട്ടുള്ള, മഷൂർ ഗീത് ഫേമസ് ആയിട്ടുള്ള, വളരെ പേര് കേട്ട, കീർത്തി കേട്ട പാട്ടായിട്ടുള്ള ജെയ്ക് ജോൺസ് എന്നുള്ള പാട്ട്, ഗാന പാടാൻ ആരംഭിച്ചു. ഈ പാട്ട് പാടാൻ ആരംഭിച്ചു. ജെയ്ക് ജോൺസ് എന്നുള്ള ഗാന പാടാൻ ആരംഭിച്ചു, അല്ലെങ്കിൽ പാട്ട് ആരംഭിച്ചു. എവിടെ നിന്നിട്ട്? ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ആ പുക ഇങ്ങനെ ഉയരുന്നുണ്ട്. അങ്ങനെ ആ പുകച്ചുരുളിന്റെ ഇടയിൽ നിന്നുകൊണ്ട് മഷൂർ ഗീത്, ഫേമസ് ആയിട്ടുള്ള സോങ്, ആ മഷൂർ കീർത്തി കേട്ട, പേര് കേട്ട ആ പാട്ട്, ഇതാണ് ജെയ്ക് ജോൺസ്. ജെയ്ക് ജോൺസ് എന്നുള്ള പാട്ട് പാടാൻ ആരംഭിച്ചു. കുച്ച് ദേർ തക്ക്, കുറച്ച് സമയത്തേക്ക്, കുച്ച് ദേർ തക്ക്, കുറച്ച് സമയത്തേക്ക്. ഓർക്കസ്ട്രക്കാർക്ക് എന്ന് പറഞ്ഞാല് മ്യൂസിക് വായിക്കണം, ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ മ്യൂസിക് വായിക്കുന്നവര് ഉസ്കി ആവാസ് മേം, അവന്റെ ശബ്ദത്തില്, ഉസ്കി ആവാസ് മേം, അവന്റെ ശബ്ദത്തിൽ, ഉസ് ഗാനയ്ക്ക് ധുൻ, ആ പാട്ടിന്റെ ട്യൂണ്, ധുൻ എന്ന് പറഞ്ഞ അവിടെ അർത്ഥം ട്യൂണ്, താളം, ആ പാട്ടിന്റെ താളം തലാസ്തരെ ഒന്നിങ്ങനെ പരിധി നോക്കി, ഒന്ന് അന്വേഷിച്ചു. കാരണം ഇവന്റെ ശബ്ദത്തില് ഉള്ള ട്യൂൺ തന്നെ വേണം. അപ്പൊ അവന്റെ ശബ്ദത്തില് ആ പാട്ടിന്റെ ട്യൂണെന്ന് അവരെന്ത് ചെയ്തു? ഒന്ന് തപ്പി നോക്കി അവരുടെ ഇൻസ്ട്രുമെന്റുമേലെ, അല്ലെ, അവരുടെ എന്താ പറയാ മ്യൂസിക് സാധനങ്ങളില്. ഓർ വഹ് ജയ്സഹിമിനി, എപ്രകാരമാണോ കിട്ടിയത്, എപ്പോഴാണ് കിട്ടിയത്? ഗാന സജ്നെ ലഗ, പാട്ട് മനോഹരമാവാൻ തുടങ്ങി. സജ്ന അർത്ഥം ഇവിടെ അലങ്കാരം, സജ്ന അലങ്കരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്, അലങ്കാരപ്പെടുക എന്നൊക്കെ അർത്ഥമുണ്ട്. മനോഹരമാ, ഇവിടെ മനോഹരമാവാൻ അർത്ഥം. ഗാന സജ്നെ ലഗ, പാട്ട് മനോഹരമാവാൻ തുടങ്ങി. കണ്ടോ, അവരുടെ മ്യൂസിക് അവർക്ക് ശരിക്കും അതിനോട് കൂടെ വായിക്കാൻ പറ്റിയപ്പോ പാട്ട് ഒന്നും കൂടി മനോഹരമാവാൻ തുടങ്ങി. പെട്ടെന്ന് അവരാകന്ന് പതറി. കാരണം ഇവനോട് പാടിയപ്പോ പെട്ടെന്ന് ഈ ജോൺസൺസിന്റെ ജെയ്ക് ജോൺസൺ എന്നുള്ള പാട്ട് പാടാൻ ആരംഭിച്ചപ്പോ ഇവർക്ക് പെട്ടെന്ന് എന്തില്ല, മ്യൂസിക് ശരിയായി കിട്ടില്ല അവന്റെ ശബ്ദത്തിൽ.
അങ്ങനെ മ്യൂസിക് ഒക്കെ റെഡി ആയപ്പോ പാട്ടെന്തായത് മനോഹരം, സജ്ജിനേലക മനോഹരമാ തുടങ്ങി. ക്ലിയർ ആയോ? ഒന്നുകൂടി നോക്കിയോ. ബഹുത്ത് മുബായിസ് കെ ബാദ്, ഒരുപാട് തർക്കിച്ചതിന് ശേഷം, വഹ് അന്തദഹ, അവൻ അവസാനം ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയാ, ഈ മാനേജർ അവസാനം ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ഒരുപാട് തർക്കിച്ചതിന് ശേഷം അവസാനം ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. और बचाव के कुछ शब्द, രക്ഷപ്പെടാനുള്ള കുറച്ച് വാക്കുകൾ കഹ് പറഞ്ഞു കൊടുത്തിട്ട് ഉസേ അഖേല ചോടായ, അവന് എന്ത് ചെയ്ത് ഒറ്റക്ക്, അഖേല ചോടായ ഒറ്റക്ക് എന്ത് ചെയ്തു, അവിടെ ഉപേക്ഷിച്ചു. ആരെ? ഇവനെ സ്റ്റേജിൽ ഒറ്റ കൊണ്ടുപോയി. ദുആം കെ ഉഡ്തേ ഹുയേ, ആ പുക ഉയരുന്നതോടൊപ്പം തന്നെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പുക ഉയരുന്നതോടൊപ്പം തന്നെ ചല്ലം കെ ബീച്ച്, പുകച്ചുരുളിന്റെ ഇടയില്, ചല്ല ഞാൻ പറഞ്ഞ ഗോളാകൃതിയുള്ള വസ്തു എന്ന് പറഞ്ഞു, സാധനം ഗോളാകൃതിയുള്ള. പക്ഷെ ഇവിടെ ആ ഗോളാകൃതിയുള്ള വസ്തു എന്താണ്? പുകച്ചുരുളാണ്. ആ പുകച്ചുരുളിന്റെ ഇടയില് ചാർലിനെ മഷൂർ ഗീത്, ചാർലി വളരെ കീർത്തി കേട്ട, വളരെ ഫേമസ് ആയിട്ടുള്ള, പ്രശസ്തിയാർജിച്ചുള്ള ഗീത് പാട്ടായിട്ടുള്ള ജെയ്ക് ജോൺസ് ഗാനാ ചുരുക്കിയ, ജെയ്ക് ജോൺസ് എന്നുള്ളത് പാടാൻ ആരംഭിച്ചു, അല്ലെങ്കിൽ പാട്ടാരംഭിച്ചു. കുച്ച് ദേർ തക്ക്, കുറച്ച് സമയത്തേക്ക് ഓർക്കസ്ട്ര വാലെ, ഓർക്കസ്ട്രക്കാര്, ഉസ്കി ആവാസുമേം, അവന്റെ ശബ്ദത്തിൽ, ഉസ് ഗാനെ കി ധുൻ, ആ പാട്ടിന്റെ താളം, തലാസ്തരഹെ, പാട്ടിന്റെ താളം ഒന്നിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു, താളക്കൊന്ന് ട്യൂണൊക്കൊന്ന് പരതി നോക്കിക്കൊണ്ടിരുന്നു. എപ്രകാരമാണോ ട്യൂണ് കിട്ടിയത്? ഗാന സജ്ജിനേലക, പാട്ട് മനോഹരമാവാൻ തുടങ്ങി. ആ ട്യൂണൊക്കെ ഒന്ന് റെഡി ആയപ്പോ പാട്ട് എന്ത് ചെയ്തു? മനോഹരമാവാൻ തുടങ്ങി. ഓക്കെ, അടുത്ത പേര. ഗാന അഭി ആധാ ഹി ഹുവാ ത, പാട്ട് ഇപ്പോ പകുതി ആയിട്ടുണ്ടായിരുന്നുള്ളൂ, പാട്ട് പാടി പകുതി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും സ്റ്റേജ് പർ പൈസോं को ബൗച്ചാർ ശുരു हो गई, സ്റ്റേജിലേക്ക് പൈസ വർഷിക്കാൻ ആരംഭിച്ചു. ബൗച്ചാർ എന്ന് പറഞ്ഞാൽ വർഷിക്കൽ, ടു റെയിൻ. അപ്പൊ സ്റ്റേജിലേക്ക് പൈസോं की ബൗച്ചാർ, പൈസയുടെ ആധിക്യം അല്ലെങ്കിൽ വർഷിക്കല് ശുരു हो गई, ആരംഭിച്ചു. ഇപ്പൊ ഇങ്ങനെ പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, പാട്ട് പകുതി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കാണികൾ എന്ത് ചെയ്തു? സ്റ്റേജിലേക്ക് പൈസ വലിച്ചെറിഞ്ഞു. ചാർലിനെ ഗാന രോക്ക് ദിയ, ചാർലി പാട്ട് നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. ചാർലി ഗാന രോക്ക് ദിയ, പാട്ട് നിർത്തി. और घोषणा की, घोषणा മീൻസ് അനൗൺസ്മെന്റ്, പ്രഖ്യാപനം, വിളംബരം ചെയ്തു, അനൗൺസ് ചെയ്തു. ഘോഷണ കീ, പ്രഖ്യാപിച്ചു. പഹലെ മേ യേ പൈസേ ബഠോരൂംഗ, ബഠോർന എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, ടു കളക്ട്. പഹലെ മേ പൈസേ ബഠോരൂംഗ, ആദ്യം ഞാൻ ഈ പൈസ ഒന്ന് ശേഖരിച്ചോട്ടെ. ഐ വിൽ കളക്ട് ദ പൈസ, അല്ലേ? ഞാൻ ആദ്യം പൈസ എന്ത് ചെയ്യാ, ഒന്ന് കളക്ട് ചെയ്യട്ടെ. ആരാ പറഞ്ഞേ? ഈ ചാർലി പറയണേ, പാട്ട് നിർത്തിയിട്ടേ സ്റ്റേജിക്ക് പൈസ ഒന്നുപ്പാ, ആദ്യം ഞാൻ ഈ പൈസ ഒന്നാണ്ട് ശേഖരിച്ചോടെ ഉണ്ടോ. പഹലെ, ഫസ്റ്റില്, ആദ്യം. മേം, ഞാന്, അല്ലേ? എന്നാ ചാർലി പറയാം, ഞാൻ ഈ പൈസ ബട്ടോരൂങ്ക, ശേഖരിക്കും. ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്, ഞാൻ പിന്നീട് പറഞ്ഞത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ബട്ടോരൂങ്ക, അല്ലേ? പഹലെ മേ യേ പൈസേ ബഠോരൂംഗ, ആദ്യം ഞാൻ പൈസ ശേഖരിക്കും. और उसके बाद ही, അതിനുശേഷം ഗാഊങ്ക, പാടും. ഗാന സിംഗ്, പാടുക. അപ്പൊ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? പാടുന്നു. ആരാ പറഞ്ഞേ? ചാർലി പറയണേ, ഞാൻ ഈ പൈസ ഒന്ന് ശേഖരിച്ചോട്ടെ, എന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തോളാം? പാടിക്കോളാം എന്ന് കാണികളോട്, ഓഡിയൻസിനോട്, ഈ
എന്താ പറയാ, ചാർലി പറഞ്ഞു, ഇസ് ബാത്തിനെ, ഈ വാക്ക് അല്ലെങ്കിൽ ഈ കാര്യം, ഇവൻ പറഞ്ഞ ഈ വാക്ക്, ഹാൾക്കോ, ഹാളിന്, ഹാള് ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലോ, ആ ഹാളിനെ ആസീകർമേ തപ്പിക്കല, ഒരു ചിരിഹാളാക്കി മാറ്റി, ഒരു ചിരിഹാളാക്കി മാറ്റി. ആസീകർ അല്ലെ, ലോഫ് ഹൗസ്, ചിരി വീട് അല്ലെങ്കിൽ ലോഫ് ഹാൾ, ചിരിഹാള്, ഒരു ചിരിഹാളാക്കി മാറ്റി. തബ്ദീൽ കർദിയ, തബ്ദീലിനകത്ത് നമ്മൾ പഠിച്ചു ചേഞ്ച്, മാറുക അല്ലെ. അപ്പൊ എന്താക്കി മാറ്റി? ഒരു ചിരിഹാളാക്കി മാറ്റി. ഹലോ, ഞാൻ ക്ലാസ്സിലാണ്, കുറച്ചിട്ട് വിളിക്കാൻ യെസ്. ചാർലിനെ ഗാന രോക്ക് ദിയ, ചാർലി പാട്ട് നിർത്തി. അവർ ഘോഷണ കീ, പ്രഖ്യാപിച്ചു, വിളംബരം ചെയ്തു. എന്ത്? പഹലെ മേ യെ പൈസ ബഠോരുങ്ക, ആദ്യം ഞാൻ ഈ പൈസ ഒന്ന് ശേഖരിച്ചോട്ടെ, ഉസ്കെ ബാദ് ഹി, അതിനുശേഷം ഞാൻ പാടാം എന്ന് പറഞ്ഞു. ഇസ് ബാത്തിനെ, ഈ വാക്ക് അല്ലെങ്കിൽ ഈ കാര്യം, ഹാൾക്കോ ആസീഗർമേ തബ്ദീൽ കറിയ, ആ ഹാളിനെ ഒരു ചിരിഹാളാക്കി മാറ്റി. ഇവൻ ഇതാണ് പറഞ്ഞ ഉടനെ തന്നെ ആളുള്ള ആളുകളൊക്കെ കൂടി എന്ത് ചിരിച്ചു. അങ്ങനെ ആ ആളെന്തായി? ഒരു ചിരിഹാളായി മാറി. തബ് തക്ക്, അപ്പോഴേക്കും, തബ് തക്ക്, അപ്പോഴേക്കും മാനേജറേക്ക് റുമാലേക്കർ, മാനേജർ കർച്ചീഫ് മാറ്റി. റുമാൽ എന്ന് പറഞ്ഞാൽ കർച്ചീഫ്, ടവല്. മാനേജർ ടവലുമായിട്ട് ആയ വന്നു. ലേക്കർ എന്ന എടുത്തിട്ട് അല്ലെങ്കിൽ ടവലുമായിട്ട് ആയ വന്നു. കോനായ? മാനേജറായ. ഓർ പൈസ ബഠോർനെ ലഗ, പൈസ ശേഖരിക്കാൻ തുടങ്ങി. കോൻ പൈസ ബഠോർനെ ലഗെ, മാനേജർ പൈസ ബഠോർനെ ലഗെ, മാനേജർ പൈസ ശേഖരിക്കാൻ തുടങ്ങി. ചാർലിക്കോ ലഗ, അപ്പൊ ചാർലിക്ക് തോന്നി, ചാർലിക്കോ ലഗ, ചാർലിക്ക് തോന്നി എന്ത്? कि मैनेजर खुद पैसा रख लेना चाहते हैं, മാനേജർ സ്വയം പൈസ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് തോന്നി, ആർക്ക്? ചാർലിക്ക് തോന്നി, എന്റെ പൈസ ദാ മാനേജർ കൊണ്ടുപോണ്. ഒരു ടവലുമായിട്ടൊക്കെ, ആ ടവല് വന്നിട്ട് ആ ടവൽ അവസാനൊക്കെ ആ പൈസ ഒക്കെ എടുത്തിട്ട് അത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോവാണ് മാനേജർ. അപ്പൊ ആർക്ക് തോന്നി? ചാർലിക്ക് തോന്നി, എന്റെ പൈസയാണല്ലോ കൊണ്ടുപോകുന്നത്. ഉസ്നെ യഹ് ബാത് ശികായത്തി ലഹ്ജ മേ, അവൻ ഈ വാക്ക്, ഈ കാര്യം, ശിക്കായത്തി ലഹ്ജമേ, പരാതി നിറഞ്ഞ സ്വരത്തിൽ. ശിക്കായത്തി എന്ന് പറഞ്ഞ കംപ്ലൈന്റ്, ലഹിജ എന്ന് പറഞ്ഞ സ്വരം, ശബ്ദം. ആ പരാതി നിറഞ്ഞ സ്വരത്തിൽ ദർശകം സെ കഹദി, ഓഡിയൻസിനോട്, കാണികളോട്, ദർശകന്മാരോട്, അല്ലെ, ഇത് കണ്ടു നിൽക്കുന്നവരോട് കഹദി പറഞ്ഞു. ഒരു പരാതി എന്നുള്ള സ്വരത്തിൽ പറഞ്ഞു കൊടുത്തു, എന്റെ പൈസ അതാ മാനേജർ കൊണ്ടുപോകുന്നു എന്നുള്ള രൂപത്തിൽ അവൻ എന്ത് ചെയ്തു? ഒരു പരാതി നിറഞ്ഞ സ്വരത്തിൽ ആരോട് പറഞ്ഞു? ഈ ഓഡിയൻസിനോട് പറഞ്ഞു, ഈ കാണികളോട് പറഞ്ഞു. ആസി തബ് ഓർ ബഡ് ഗയി, ആസി തബ് ഓർ ബഡ് ഗയി, ചിരി അപ്പൊ ഒന്നും കൂടി വർദ്ധിച്ചു. കേട്ടോ, ചിരി ഒന്നും കൂടി വർദ്ധിച്ചു. ജബ് റുമാൽ കി പോട്ടലിമേ, എപ്പോഴാണ് ആ ടവലിന്റെ പൊതിയിൽ, പോട്ടലി എന്ന കവറ്, പൊതി, എപ്പോഴാണ് ആ ടവലിന്റെ പൊതിയിൽ പൈസ ബാന്ത്, പൈസ ഒക്കെ ബന്ധിച്ചിട്ട് കെട്ടിയിട്ട് ബാക്ക് സ്റ്റേജ് की ओर जाते मैनेजर के पीछे, ആ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ സ്റ്റേജിന്റെ ബാക്കിലേക്ക് പോകുന്ന മാനേജർ के पीछे, മാനേജറിന്റെ പിന്നാലെ ചാർലി വ്യാകുലത സെലുകയ, ചാർലി വളരെ വിഷമത്തോടെ പിന്തുടർന്നു. ലഗുകയ, ഫോളോ ചെയ്തു, പിന്തുടർന്നു. എങ്ങനെ? വ്യാകുലത, വിഷമത്തോടെ, വളരെ ദുഃഖത്തോടെ എന്ത് ചെയ്തു? പിന്തുടർന്നു. ആരെ പിന്തുടർന്നു? ഈ മാനേജറിനെ പിന്തുടർന്നു. ഓൻ ആര്? ചാർലി. മനസ്സിലായോ? എന്തിന്? ചാർലിക്ക് തോന്നി ചാർലിന്റെ പൈസ മാനേജർ കൊണ്ടുപോകണേ. അപ്പൊ അതുകൊണ്ട് അയാളെ പിന്തുടർന്നു, പാട്ടൊക്കെ നിർത്തിയിട്ട് പിന്തുടർന്നു. ജബ് തക് മാനേജർ വഹ് പോട്ടലി,
ജബ് തക്ക് മാനേജറിനെ വഹ് പോട്ടലി ഏതുവരെയാണോ അല്ലെങ്കിൽ എപ്പോൾ വരെയാണോ മാനേജർ ആ പൊതി മാംക്ക് ഹവാല നീക്കി അമ്മയുടെ കൈവശം കൊടുക്കാത്തത് വഹ് നെഹിലൗട്ട് അവൻ അവിടുന്ന് മടങ്ങിയില്ല. അതായത് മാനേജർ അമ്മയുടെ കൈവശം ആ പൊതി കൊടുക്കോളം, എന്താണ് അമ്മക്ക് കൊടുക്കോളം അവൻ അവിടെ നിന്നു. എപ്പോഴാണോ ആ മാനേജർ ആ പൊതി ചാർലിന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തത് അപ്പോഴാണ് അവൻ മടങ്ങിയത്. അതുവരെ അവൻ മടങ്ങിയില്ല. ഓക്കെ, ഒന്നും കൂടി നോക്കിയാലേ. ഗാന അഭി ആധാഹി ഹുവാത്ത, പാട്ടപ്പോ പകുതി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും സ്റ്റേജ് पर पैसों की बौछार शुरू हो गई. സ്റ്റേജിലേക്ക് പൈസയുടെ വർഷിക്കല് എന്ന് പറഞ്ഞാൽ പൈസ ആളുകൾ എറിഞ്ഞിട്ട് വർഷിക്കാൻ ആരംഭിച്ചു. മനസ്സിലായോ? ബൗച്ചാർ എന്ന് പറഞ്ഞാൽ വർഷിക്കല്, ആധിക്യം ഒക്കെ ഉണ്ട്, അർത്ഥമുണ്ട്, ഇവിടെ അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് വർഷിക്കൽ പറഞ്ഞാൽ മതി. അപ്പൊ പാട്ട് പകുതി ആയിട്ടുണ്ടായുള്ളൂ, അപ്പോഴേക്കും സ്റ്റേജിലേക്ക് പൈസ വർഷിക്കാൻ തുടങ്ങി. ചാർലിനെ ഗാന രോക്ക് ദിയ. അപ്പൊ ചാർലി എന്ത് ചെയ്തു? പാട്ട് നിർത്തി. രോക്ക് സ്റ്റോപ്പ്, രോക്ക് ദിയ നിർത്തി. ഓർ എന്നിട്ട് ഘോഷണാക്കി പ്രഖ്യാപിച്ചു, വിളംബരം ചെയ്തു, അനൗൺസ് ചെയ്തു. എന്ത്? പഹലെ മേ പൈസേ ബട്ടോരൂങ്ക, ആദ്യം ഞാൻ ഈ പൈസ ശേഖരിക്കും എന്നിവൻ പ്രഖ്യാപിച്ചു, വിളംബരം ചെയ്തു. और उसके बाद, അതിനുശേഷം ഗാവുങ്ക, ഞാൻ പാടും. ആദ്യം ഞാൻ ഈ പൈസ ഒന്ന് ശേഖരിക്കും, എന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? പാടാം അല്ലെങ്കിൽ പാടും. ഇസ് ബാത്തിന്, ഈ വാക്ക്, ഇവന്റെ ഈ വാക്ക് അല്ലെങ്കിൽ ഈ കാര്യം ഹാൾക്കോ ആംസി ഗർമേ തബ്ദിൽ കറിയ, ആ ഹാളിനെ ഒരു ചിരിഹാളാക്കി മാറ്റി. ഇവന്റെ വാക്ക് ആ ഹാളിനെ ഒരു ചിരിഹാളാക്കി മാറ്റി. തബ് തക്ക്, അപ്പോഴേക്കും, തബ് തക്ക് അപ്പോഴേക്കും മാനേജർക്ക് റുമാൽ ലേഖറായ, മാനേജർ ഒരു ടവലുമായിട്ട് വന്നു. മാനേജർ ഒരു കർച്ചീഫുമായിട്ട്, റുമാൽ എന്ന് പറഞ്ഞ കർച്ചീഫുമായിട്ട് ആയ വന്നു. അവർ പൈസ ബട്ടോറിനെ ലഗ, പൈസ ശേഖരിക്കാൻ തുടങ്ങി. ബട്ടോർണ ശേഖരിക്ക, കളക്ട് അല്ലെ, ശേഖരിക്കാൻ തുടങ്ങി പൈസ. ചാർലിക്കോ ലഗ, ചാർലിക്ക് തോന്നി. എന്താ തോന്നിയത്? എന്തെന്നാൽ മാനേജർ ഖുദ് പൈസ രഖ് ലേനാ ചാഹതാ ഹൈ, മാനേജർ സ്വയം പൈസ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ആർക്ക് തോന്നി? ചാർലിക്ക് തോന്നി. ഉസ്നെ, അവൻ, ഉസ്നെ എന്നുള്ള ഏത് തമ്മിൽ ചേർന്നിട്ടാ? വഹ് പ്ലസ് നെ അല്ലേ, ഉസ്നെ. അപ്പൊ ഉസ് കണ്ടാൽ സർവനാമം എന്താണ്? വഹ് എന്നാണ് എഴുതേണ്ടത് അല്ലേ. ഉസ്നെ യഹ് ബാത് ശികായത്തി ലഹ്ജമേ, അവൻ ഈ കാര്യം പരാതി നിറഞ്ഞ സ്വരത്തില് ദർശകം സേ കഹദി, കാണികളോട് പറഞ്ഞു. ആര്? മാനേജർ. ഈ മാനേജറിന്റെ ഈ പ്രവൃത്തി, ഈ പൈസ ശേഖരിച്ചു കൊണ്ടുപോകുന്ന ഈ പ്രവൃത്തി അവൻ എന്താ ശിക്കായത്തി ലഹിജമേ, ഒരു കംപ്ലൈന്റ് നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഒരു പരാതി നിറഞ്ഞ സ്വരത്തിൽ തന്നെയാണ് അവന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു പരാതി ആയിട്ട് പറഞ്ഞു എന്നാണ്. ആരോട്? ദർശകം സേ കഹദി, കാണികളോട് പറഞ്ഞു. അതാ പറഞ്ഞേ, ഉസ്നെ യഹ് ബാത് ശിക്കായത്തി ലഹിജമേ, അവൻ ഈ കാര്യം പരാതി നിറഞ്ഞ സ്വരത്തില് ദർശകം സേ കഹദി, കാണികളോട് പറഞ്ഞു. ആസി തബ് ഓർ ബഡ് ഗയി, ചിരി അപ്പൊ ഒന്നും കൂടി വർദ്ധിച്ചു. ചിരി അപ്പൊ ഒന്നും കൂടി വർദ്ധിച്ചു. ജബ് റുമാൽ കി പൊട്ടലിമേ, എപ്പോഴാണ് ആ ടവലിന്റെ പൊതിയില് പൈസ വന്ന്, പൈസ കെട്ടി ബാന്ത്, പൈസ കെട്ടിയിട്ട് ടവലിന്റെ പൊതിയിൽ പൈസ കെട്ടിയിട്ട് ബാക്ക് സ്റ്റേജ് की ओर जाते,
സ്റ്റേജിന്റെ ബാക്കിലേക്ക് പോകുന്ന മാനേജർക്ക് പീछे മാനേജറിന്റെ പിന്നാലെ ചാർലി വ്യാകുലത സേ ലഗി ചാർലി ആകെ വിഷമത്തോടെ വ്യാകുലത ദുഃഖത്തോടെ ലഗുകയും പിന്തുടർന്നു. ആരെ പിന്തുടർന്നു? മാനേജറെ പിന്തുടർന്നു. ജബ് തക് മാനേജറിനെ പോട്ടലി എപ്പോഴാണോ അല്ലെങ്കിൽ ഏതുവരെയാണോ ജബ് തക്ക് എപ്പോൾ വരെയാണോ അല്ലെങ്കിൽ ഏതുവരെയാണോ മാനേജറിനെ പോട്ടലി മാനേജർ ആ പൊതി മാം കെ ഹവാലെ നഹീം കി അമ്മയുടെ കൈവശം ഏൽപ്പിക്കാത്തത് വഹി ലൗട്ട അവൻ എന്ത് ചെയ്തില്ല? മടങ്ങിയില്ല. അവിടെ തന്നെ നിന്നു. ഒഴുക്കോളം അവിടെ തന്നെ നിന്നു. ഓക്കെ, അടുത്ത പേര, ലാസ്റ്റ് പേര. അപ്പൊ ഈ 2-3 പാരഗ്രാഫ് മനസ്സിലായല്ലോ അല്ലെ? എന്താണ്? ആദ്യം ഈ ചാർലിന്റെ അമ്മ പാട്ട് പാടി. അപ്പ എന്ത് ചെയ്തു? അവിടെ പെട്ടെന്ന് അവിടെ ശബ്ദം ഇടറിയിട്ട്, പാടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ശബ്ദം ഇടറിയിട്ട് അതിങ്ങനെ പിറുപിറുക്കുന്നതായിട്ട് അവർക്ക് തോന്നി. അപ്പ എന്ത് ചെയ്തു? ആദ്യം ആളുകൾ വിചാരിച്ചെന്താണ്? മൈക്കൊക്കെ എന്തോ തകരാറ് സംഭവിച്ചതാണ്. പിന്നീട് ഇതിങ്ങനെ തുടർന്നു, ഈ പിറുപിറുക്കല്. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്തു? കൂവാൻ തുടങ്ങി, ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അമ്മക്ക് സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ചാർലിയെ എന്നും ഇവര് പോകുമ്പോ, ഈ അമ്മ പോകുമ്പോ അമ്മയുടെ കൂടെ കൊണ്ടുപോവാറുണ്ടായിരുന്നു. അന്നത്തെ ദിവസവും ആര് കൂടെ ഉണ്ടായിരുന്നു? ചാർലി കൂടെ ഉണ്ടായിരുന്നു. ചാർലി അമ്മയുടെ ഈ ശബ്ദത്തിന്റെ ഈ തമാശ ഇങ്ങനെ സ്റ്റേജിന്റെ അല്ലെങ്കിൽ കർട്ടന്റെ പിന്നിൽ നിന്നിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ പിന്നീട് അമ്മയും ചാർലിന്റെ അമ്മയും മാനേജറും തമ്മിൽ തർക്കിക്കുന്നുണ്ട്. എന്തിനാണ് തർക്കിക്കുന്നത്? ചാർലിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ. ചാർലി അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അഭിനയിക്കുന്നത് മാനേജർ കണ്ടിരുന്നു. അങ്ങനെ മാനേജറും അമ്മയും തമ്മിൽ തർക്കിക്കാണ്, വാശി പിടിക്കണം. അങ്ങനെ അവസാനം വാശി പിടിച്ച് ഇയാൾ എന്ത് ചെയ്തു? കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറായി. പക്ഷെ അമ്മ പേടിച്ചു പോയി. കാരണം എന്താ? 5 വയസ്സുള്ള കുട്ടി ഇത്രയും വലിയ ആളുകളുടെ അല്ലെങ്കിൽ ഇത്രയും ജനക്കൂട്ടത്തിന്റെ മുന്നിൽ എങ്ങനെ അവൻ സഹിക്കുക അല്ലെങ്കിൽ അഭിമുഖീകരിക്കാം എന്നുള്ള വിഷമായിരുന്നു അമ്മയ്ക്ക്. ഏതായാലും മാനേജർ എന്ത് ചെയ്തു? അവനെ ഒരുപാട് തർക്കിച്ചതിന് ശേഷം മാനേജർ അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. രക്ഷപ്പെടാനുള്ള 1-2 വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവനെ സ്റ്റേജിൽ വിട്ടിട്ട് എളുപ്പം. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ആ പുക ഇങ്ങനെ പൊങ്ങുണ്ട്. അങ്ങനെ ആ പുകച്ചുരുളിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇവനെ ഒരു നല്ല പാട്ട്, പേര് കേട്ട ഫേമസ് ആയിട്ടുള്ള മഷൂർ എന്താ പറയാ ജേക്ക് ജോൺസൺ എന്നുള്ള പാട്ട് പാടാൻ ആരംഭിച്ചു ഇവന്. അപ്പൊ എന്ത് ചെയ്തു? ഈ ആദ്യം ഈ ഓർക്കസ്ട്ര വായിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മ്യൂസിക് വായിക്കുന്ന ഒരു ഓർക്കസ്ട്രക്കാർക്ക് അവന്റെ ട്യൂണില് ഈ ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ അവന്റെ ട്യൂണില് ഈ ഇതിങ്ങനെ ഇവരെ ആദ്യം അന്വേഷിച്ച് നോക്കി, തപ്പിയൊക്കെ നോക്കി, ശരിയായില്ല. പിന്നീട് അത് ശരിയായപ്പോ ഇവന്റെ പാട്ട് എന്ത് ചെയ്ത്? സജ്ജിനലക മനോഹരമാകാൻ തുടങ്ങി. മനസ്സിലായ? അങ്ങനെ പാട്ട് പകുതി ആയിട്ടുണ്ടായിരുന്നു. അപ്പോ സ്റ്റേജിലേക്ക് ആളുകൾ പൈസ വലിച്ചെറിയാൻ തുടങ്ങി. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? ചാർലി പാട്ട് നിർത്തി. എന്നിട്ട് പ്രഖ്യാപിച്ചു, അവൻ വിളംബരം ചെയ്തു, ഞാൻ എന്ത് ചെയ്തോട്ടെ, ഞാൻ ആദ്യം പൈസ ഒക്കെ ഒന്ന് ശേഖരിച്ചോട്ടെ, എന്നിന്റെ ശേഷം ഞാൻ എന്ത് ചെയ്താ പാടിക്കോളാം എന്ന് പറഞ്ഞു. ഇതാണ് പറഞ്ഞ ഉടനെ തന്നെ ആ ഹാള് ഒരു ചിരി ഹാളായി മാറി. ആളുകൾ എല്ലാവരും കൂടി ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ആ എന്താ പറയാ തിയേറ്റർ ഭയങ്കര ചിരി ഹാളായിട്ട് മാറി അല്ലേ? അപ്പോഴേക്കും മാനേജർ എന്തെന്നു? മാനേജർ ഒരു ടവലുമായിട്ട് അവിടെ വന്നു. എന്നിട്ട് ഈ പൈസ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ മാനേജർ ശേഖരിച്ച് എന്ത് ചെയ്തു? കൊണ്ടുപോവാണ്. ആ അങ്ങനെ സമയത്ത് ഇവൻ എന്ത് ചെയ്തു? ഈ കാണികളോട് ഒരു പരാതി നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എന്റെ പൈസ ദാ മാനേജർ കൊണ്ടുപോകുന്നു. അപ്പോഴും എന്ത് ചെയ്തു? ചിരി ഒന്നും കൂടി വർദ്ധിച്ചു. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? മാനേജറിന്റെ പിന്നാലെ പുറപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ട്?
അത് തന്റെ അമ്മയുടെ കൈവശം കൊടുക്കോളം അവൻ അവിടെ തന്നെ നിന്നു. എപ്പോഴാണ് അമ്മന്റെ കൈവശം കൊടുത്തത് അപ്പോഴവൻ മടങ്ങിയത് എന്ന് പറഞ്ഞാൽ കൊടുക്കോളം അവിടെ തന്നെ ഇരുന്നു. ഓക്കെ, ഇത്രയും. ഇനി അടുത്ത ലാസ്റ്റ് പേര ചാർലിനെ ജനതാമേ ഖുദ്ഖുദി ഫൈലാ ദി തീ. ചാർലി ജനങ്ങളില് എന്താ ഒരു ആവേശം, ഖുദ്ഖുദി ഒരു രോമാഞ്ചം, ഒരു ഇക്കിളി ഉണ്ടാക്കി. മനസ്സിലാ? ഇക്കിളി ഉണ്ടാക്കുക പറഞ്ഞാല് ജനങ്ങളുടെ ഇടയിൽ ഒരു രോമാഞ്ചം, ഒരു ആവേശം. ഇവൻ ജനങ്ങളെ ഒരു ഹീറോയായി മാറി. ചാർലിനെ ജനതാമേ, ചാർലി ജനങ്ങളിൽ ഖുദ്ഖുദി ഫൈലാ ദി തീ, ആവേശം പരത്തിക്കളഞ്ഞു, ജനങ്ങളിൽ ഒരു ആവേശം ഉണ്ടാക്കി കളഞ്ഞു. ഉസ്കെ ബാദ്, അതിനുശേഷം ഉസ്നെ ദർശകോം സെ ബാത്ചീത് കി, അതിനുശേഷം അവൻ ഈ ദർശകരോട് അല്ലെങ്കിൽ കാണികളോട്, ഓഡിയൻസിനോട്, കേൾവിക്കാരോട്, കാണികളോട് ബാത്ചീത് കി, സംസാരിച്ചു. ആര്? ചാർലി. ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ രോമാഞ്ചം, ആവേശമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ചാർലി എന്ത് ചെയ്തു? ആ കാണികളോട് അല്ലെങ്കിൽ ഓഡിയൻസിനോട് ബാത്ചീത് കി, ബാത്ചീത്ത് എന്ന സംഭാഷണം, കോൺവെർസേഷൻ, അങ്ങനെ അവരോട് എന്ത് ചെയ്തു? സംഭാഷണം നടത്തി, സംസാരിച്ചു. നൃത്തം ചെയ്തു. ആര്? ഈ ചാർലി. അവർ അപ്പിനി മാം സഹിത്, തന്റെ അമ്മയുടേതടക്കം, അപ്പിനി മാം സഹിത്, തന്റെ അമ്മയുടേതടക്കം, കൈ ഗായകം കി നക്കൽ ഉത്താരി, ഒരുപാട് ഗായകന്മാരെ നക്കൽ ഉത്താരി ഇമിറ്റേറ്റ് ചെയ്തു, അനുകരിച്ചു. അപ്പൊ ഒരുപാട് ഗായകന്മാരെ അനുകരിച്ചു. ആര്? ചാർലി. അമ്മയെ വരെ അനുകരിച്ചു. അതോടൊപ്പം തന്നെ അമ്മയോടൊപ്പം തന്നെ മറ്റു ഗായകന്മാരെയും ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. എന്നാണ് അവർ നല്ല മിമിക്രിയാണ് നടത്തിയത്. മാസൂമിയത്തുമേ, വളരെ ഇന്നസെന്റ് രൂപത്തില്, മാസൂമിയത്ത്, നിഷ്കളങ്കതയില്, ഉസ്നെ ധോടി ദേർ പഹലേ, അവന്റെ നിഷ്കളങ്കത കൊണ്ട് അല്പസമയം മുൻപേ, ധോടി ദേർ പഹലേ, അല്പസമയം മുൻപേ, ധോടി ദേർ എന്ന അല്പസമയം, ധോടി എന്ന് പറഞ്ഞാൽ കുറച്ച്, അല്പം, ഫ്യൂ, സം ഒക്കെ അർത്ഥം. ദേർ എന്ന് പറഞ്ഞ ടൈം, അല്പസമയം, പഹലെ മുൻപേ. ഫട്ടി മാംകി ആവാസ്, ഇടറിയ അമ്മയുടെ ശബ്ദം, പൊട്ടിയ അമ്മയുടെ ശബ്ദം. और उसके फुसफुसाने की भी, അവരുടെ പിറുപിറുക്കലും നക്കലുത്താരി അനുകരിച്ചു. കണ്ടോ? ഒരു നല്ല മിമിക്രി നടത്തി. എന്ത്? അവന്റെ നിഷ്കളങ്കത കൊണ്ടാണ്. കാരണം അമ്മ ഇടങ്ങാറായതാണ് അല്ലേ? അമ്മ ഇങ്ങനെ പാടിയപ്പോ അമ്മന്റെ ശബ്ദം ഇടറിയില്ലേ? അപ്പൊ ആകെ അമ്മക്ക് വിഷമുണ്ടായി. അപ്പത്തെ ആ സന്ദർഭവും അവന്റെ നിഷ്കളങ്കത കൊണ്ട് എന്ത് ചെയ്തു? ആ ശബ്ദം അവിടെ എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. അവന് അമ്മന്റെ ഇടറുന്ന ശബ്ദം. അതാണ് പറഞ്ഞത്, മാസൂമിയത്തുമേ, അവന്റെ ആ നിഷ്കളങ്കതയില്, അവന്റെ ഇന്നസെൻസില് എന്താ ഉസ്സിനെ ധോടി ദേർ പഹലെ, അവൻ അല്പസമയം മുൻപ്, ഫട്ടി മാം കി ആവാസ്, ഇടറിയ അമ്മയുടെ ശബ്ദവും, और उसके फुसफुसाने की भी, അവര് പിറുപിറുക്കുന്നതും, നക്കൽ ഉത്താർദി അനുകരിച്ചു, ഇവൻ അനുകരിച്ചു. ലോകമേ ടഹാക്കും കി ഹിസ്സേദാരി ഹുയി, ജനങ്ങളില് അട്ടഹാസത്തിന്റെ ഒരു പങ്കാളിത്തം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാരും കൂടി അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ടഹാക്ക മാറുന്നു അല്ലേ? ടഹാക്ക എന്ന് പറഞ്ഞതാണ് അട്ടഹാസം, ഭയങ്കര ലൗഡ് വോയിസ്, ലോഫ് ഇൻ എ ലൗഡ് വോയിസ്, ചിരിക്കാം ഭയങ്കര ശബ്ദത്തിൽ. അട്ടഹാസം കി ഹിസ്സേദാരി, പങ്കാളിത്തം, ഒരു പങ്കാളിത്തം അവർക്ക് ഉണ്ടായി, ഒരു പാർട്ട്ണർഷിപ്പ് എന്നുപോലെ. എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. और സ്റ്റേജ് पर ജമുക്കർ, സ്റ്റേജിലേക്ക് ഒരുമിച്ചിട്ട്, ജമുക്കർ ടുഗദർ, ഒരുമിച്ചിട്ട് പൈസ വർഷിച്ചു. എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടി സ്റ്റേജിക്ക് ഒരേ സമയത്ത് എടുത്തുകൊണ്ട് പൈസ ഇട്ടുകൊണ്ട് വലിച്ചെറിഞ്ഞു. അന്തിമേ, അവസാനം, മാം ജബ് ഉസ്സേനായി, അമ്മ എപ്പോഴാണ് അവനെ എടുക്കാൻ വേണ്ടി വന്നത്? 5 വയസ്സല്ലായിട്ടുള്ളൂ. എപ്പോഴാണ് അമ്മ അവനെ എടുക്കാൻ വേണ്ടി വന്നത്? അപ്പോൾ ദർശകോംനെ, കാണികള്, ഓഡിയൻസ്, ദേർത്തക്ക്, ഒരുപാട് സമയം വരെ, ഗഡേഹോക്കർ, നിന്നിട്ട്, താലിയാം ബച്ചായി, കയ്യടിച്ചു.
താലിയാൻ ബജാന ക്ലാപ്പ് ചെയ്തു അല്ലേ, കയ്യടിച്ചു. എന്തിന്? കാണികൾ ഇവന്റെ ഈ രംഗം കണ്ടിട്ട്, അഭിനയങ്ങൾ കണ്ടിട്ട് കാണികള് താലിയാൻ ബച്ചായി കയ്യടിച്ചു. കൈ ലോകംനെ ഒരുപാട് ആളുകൾ മാംസെ ഹാത്തി മിലാക്കർ അമ്മക്ക് കൈ കൊടുത്തിട്ട്, ഹാത്തി മിലാക്കർ അമ്മക്ക് കൈ കൊടുത്തിട്ട് ചോട്ടെ ബച്ചക്ക് താരീഫ് കീ, അവന്റെ ചെറിയ കുട്ടിയെ പ്രശംസിച്ചു. താരീഫ് അല്ലേ, പ്രശംസിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുക്കുക, അപ്രിസിയേഷൻ അല്ലേ. അങ്ങനെ അവനെ അപ്രിസിയേറ്റ് ചെയ്തു. ആരെ? അവന്റെ അമ്മയെ. ഉസ്കെ ചോട്ടെ ബച്ചക്ക് താരീഫ് അല്ല, അവന്റെ അമ്മക്ക് കൈ കൊടുത്തിട്ട് ആ കുട്ടിയെ പ്രശംസിച്ചു. നല്ല കുട്ടിയാണ്, ഭാവിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെങ്ങനെ ഉയർത്തി പ്രശംസിക്കുകയോ ചെയ്തു. ചാർലി അമ്മക്ക് കൈ കൊടുത്തു, അമ്മക്ക് കൈ കൊടുത്തിട്ടുണ്ട്, അമ്മയോടാണ് പറയുന്നത്. ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ, അങ്ങനെ ചാർലി സ്റ്റേജിൽ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു. ഫസ്റ്റ് ടൈമിലാണ് സ്റ്റേജിൽ കയറുന്നത്. ഓർ മാം ആഖിരി ബാർ, അമ്മ അവസാനായിട്ട്. എന്ന് പറഞ്ഞാൽ മകന്റെ അരങ്ങേറ്റവും അമ്മയുടെ അരങ്ങൊഴിയലും അന്നാണ് നടന്നത്. മനസ്സിലായി? മകൻ അരങ്ങേറി, അമ്മ അരങ്ങൊഴിഞ്ഞു. എന്നാ അന്ന് മുതൽ സ്റ്റേജിക്ക് ഇവൻ കയറാൻ തുടങ്ങി, അഭിനയിക്കാൻ തുടങ്ങി, പാട്ടുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അമ്മ അന്ന് മുതൽ നിർത്തി, പാട്ട് നിർത്തി എന്ന. ദുനിയാക്കെ സബ്സെ ബഡാ ഷോമാൻ കാ, ദുനിയാവിലെ ഏറ്റവും വലിയ ഷോമാൻ ഉണ്ടല്ലോ, ആ പ്രദർശന മനുഷ്യൻ, അവന്റെ പഹലാശത്ത്, അവന്റെ ആദ്യത്തെ ഷോ, ആദ്യത്തെ പ്രദർശനമായിരുന്നു അത്, അല്ലെങ്കിൽ പ്രകടനമായിരുന്നു അത്. ഉസ്നെ ജന്മിലെടുത്ത്, അങ്ങനെ അന്നാണ് അവൻ ജന്മെടുത്തത്. അന്ന് ജന്മെടുത്തു പറഞ്ഞാൽ എന്താ? കലാകാരന്റെ രൂപത്തിൽ ജന്മെടുത്തു. മനസ്സിലായോ? അന്നാണ് അവനൊരു കലാകാരനായിട്ട് അറിയപ്പെടുന്നത്. അതാണ് അവിടെ ജന്മം എടുത്തു പറഞ്ഞാൽ. അന്ന് ജന്മെടുത്തു പറഞ്ഞാല് അവൻ 5 കൊല്ലം മുമ്പ് ജന്മെടുത്തു, പക്ഷെ ഇവൻ അന്നാണ് കലാകാരനായിട്ട് രൂപം കൊണ്ടത്, ജന്മെടുത്തത്. ഓക്കെ, ആ പേരൊക്കെ ഒന്ന് നോക്കിയാളി. ചാർലിനെ ജനതാമേ ഖുദ് ഖുദി ഫൈലാ ദീ തി, ചാർലി ജനങ്ങളിലെ ആവേശം പരത്തിക്കളഞ്ഞു. ഉസ്കെ ബാദ്, അതിനുശേഷം ഉസ്നെ ദർശകം സേ ബാത്ചീത് കീ, അവൻ കാണികളോട് സംസാരിച്ചു. നിർത്തിയ, അവൻ നൃത്തം ചെയ്തു. और अपनी माम സഹിത്, തന്റെ അമ്മയുടേതടക്കം. കൈ ഗായകോം കീ നക്കൽ ഉത്താരി, ഒരുപാട് ഗായകന്മാരെ അനുകരിച്ചു, ഒരുപാട് ഗായകന്മാരെ അനുകരിച്ചു. മാസൂമിയത്ത് മേ, അവന്റെ നിഷ്കളങ്കതയിൽ, നിഷ്കളങ്കത കൊണ്ട്. ഉസ്നെ ധോടി ദേർ പഹലെ, അവൻ അല്പസമയം മുൻപ്, ധോടി ദേർ പഹലെ, അല്പസമയം മുൻപ്. ഫട്ടി മാം കി ആവാസ്, ഇടറിയ അമ്മയുടെ ശബ്ദം, ഇടറിയ അമ്മയുടെ ശബ്ദം, അല്ലെങ്കിൽ അമ്മയുടെ ഇടറിയ ശബ്ദം. और उसके फुसफुसाने की भी, അവരുടെ പിറുപിറുക്കലും. നക്കൽ ഉത്താർദി, അനുകരിച്ചു, അനുകരിച്ച് മിമിക്രി നടത്തി. ആ അമ്മന്റെ ഇടറിയ ശബ്ദം ഉണ്ടല്ലോ, അതുവരെ അവൻ അവിടെ എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. ലോകമേ ടഹാക്കോം കി ഹിസ്സേദാരി, ജനങ്ങളിൽ അട്ടഹാസത്തിന്റെ പങ്കാളിത്തം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും കൂടി അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ഓർ സ്റ്റേജ് പർ, അങ്ങനെ സ്റ്റേജിൽ ജമുക്കർ, ഒരുമിച്ചിട്ട് പൈസ ബർസെ, പൈസ വർഷിച്ചു. അന്ത്മേൻ, അവസാനം. മാം ജബുസലേനെ, അമ്മ എപ്പോഴാണ് അവനെ എടുക്കാൻ വേണ്ടി വന്നത്? ഹോ, അപ്പോൾ ദർശകോംനെ ദേർത്തക്ക്, കാണികള് ഒരുപാട് സമയം വരെ ഗഡേ ഹോക്കർ, അവിടെ നിന്നിട്ട് താലിയാൻ ബച്ചായി, കൈയടിച്ചു. കാണികൾ ഒരുപാട് സമയം അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? കൈയടിച്ചു. കൈ ലോകോംനെ, ഒരുപാട് ആളുകൾ മാംസെ ഹാത്തി മിലാക്കർ, അമ്മക്ക് കൈ കൊടുത്തിട്ട് ഉസ്കെ ചോട്ടെ ബച്ചക്ക് താരീഫ്, അവരുടെ ആ ചെറിയ കുട്ടി എന്ത് ചെയ്തു? പ്രശംസിച്ചു. അപ്പൊ ഒരുപാട് ആളുകൾ അമ്മക്ക് കൈ കൊടുത്തുകൊണ്ട് അവരുടെ ചെറിയ കുട്ടിയെ താരീഫ്, പ്രശംസിച്ചു, പുകഴ്ത്തി, അല്ലെ, അവരെ അനുമോദിച്ചു. അവനെ ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ, ചാർലി അങ്ങനെ സ്റ്റേജിൽ ആദ്യത്തെ പ്രാവശ്യം വന്നു.
और മാം അക്കീബ. അമ്മയാണെങ്കിലോ അവസാനത്തെ പ്രാവശ്യം. നേരത്തെ പറഞ്ഞു അമ്മയുടെ അരങ്ങൊയ്യലും മകന്റെ അരങ്ങേറ്റവും. ഇപ്പോഴും നമ്മൾ അയാളെ കുറിച്ച്, ചാർലി ചാപ്ലിനെ കുറിച്ച് പല കഥകളും അല്ലെങ്കിൽ പല സിനിമകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. ദുനിയാക്കെ സബ്സെ ബഡാ ഷോ മേൻക, അങ്ങനെ ദുനിയാവിലെ ഏറ്റവും ആദ്യത്തെ മനുഷ്യന്റെ പഹല ഷോത്ത, ആദ്യത്തെ പ്രദർശനമായിരുന്നു ഇത്. ഉസിനെ ജന്മിലേലിയാത്ത, അങ്ങനെ അവൻ എന്ത് ചെയ്തു, ജന്മമെടുത്ത് കളഞ്ഞു. ഓക്കെ, ക്ലിയർ ആയില്ലേ? സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നിർത്തുകയാണ്. ഓക്കെ, താങ്ക്സ്.